ഹായ് ഫ്രണ്ട്സ്, ഒരു ബജറ്റ് ഫ്രണ്ട്ലി റോഡ് ബൈക്ക് മേടിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അതേപോലെ തന്നെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു സൈക്കിളിൻ്റെ എഞ്ചിന് തുല്യമായിട്ടുള്ള ഭാഗമാണ് അതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത്. ഏത് ബ്രാൻഡാണെങ്കിലും സൈക്കിളിൻ്റെ ഫ്രെയിമാണ് നിർമ്മിക്കുന്നത്. ബാക്കിയുള്ള കോമ്പോണൻസ്, അതായത് ടയർ, ട്യൂബ്, ഗ്രൂപ്പ് സെറ്റ് എല്ലാം തന്നെ മറ്റ് ബ്രാൻഡുകളുടെ മേടിച്ച് നമുക്ക് അസംബിൾ ചെയ്ത് തരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല ബ്രാൻഡ്സ് എല്ലാം ലൈഫ് ടൈം വാറണ്ടി ഫ്രെയിമിന് തരും. അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം വാറണ്ടി ഉള്ള ഫ്രെയിമുകളാണ് നമ്മൾ മേടിക്കേണ്ടത്, ഏത് ബൈക്ക് ചൂസ് ചെയ്താലും. ഇനി നമ്മളൊരു ബജറ്റ് ഫ്രണ്ട്ലി ബൈക്ക് മേടിക്കുമ്പോൾ ഒരു 3, 4, 5 കൊല്ലം കഴിയുമ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ ലൈഫ് ടൈം വാറണ്ടി ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേഴ്സണൽ ചോയ്സാണ്, പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇനി നമ്മൾ നല്ല ഫ്രെയിമുള്ള സൈക്കിൾ മേടിക്കുമ്പോൾ അതിൻ്റെ ജിയോമെട്രി എപ്പോഴും നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ വില കൂടി ബൈക്കിലേക്ക് പോകുന്തോറും സൈക്കിളിൻ്റെ ഫ്രെയിമിന് വെയിറ്റ് കുറവായിരിക്കും. നല്ല ബ്രാൻഡുകളുടെ ഫ്രെയിം എല്ലാം മാക്സിമം ഒരു വെയിറ്റ് കുറച്ചായിരിക്കും തരിക. അതുപോലെ തന്നെ ഈ ഒരു ഫ്രെയിമിൻ്റെ ഫിനിഷിങ്ങിന് നല്ല രസമുണ്ടാവും. അതായത് ഈ വെൽഡിംഗ് ഒക്കെ നല്ല പക്ക ഫിനിഷിങ്ങിലായിരിക്കും. കളറ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാവും നമ്മൾ നല്ല ബ്രാൻഡുകളുടെ സൈക്കിൾ എടുക്കുമ്പോൾ. ഇനി ഒരു ബജറ്റ് ഫ്രണ്ട്ലി സൈക്കിളിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഒന്നുകിൽ അലുമിനിയം ഫ്രെയിം പ്ലസ് സ്റ്റീൽ ഫോർക്ക് വരും, അതല്ലെങ്കിൽ അലുമിനിയം ഫ്രെയിം പ്ലസ് കാർബൺ ഫോർക്ക് വരും. അപ്പോൾ നിങ്ങൾ ബൈക്ക് ചൂസ് ചെയ്യുമ്പോൾ ഒരു അലുമിനിയം ഫ്രെയിം പ്ലസ് കാർബൺ ഫോർക്കുള്ള ഫ്രെയിമുള്ള ബൈക്ക് എടുക്കുന്നതാണ് നല്ലത്. ഇനി പല ആൾക്കാരും ഒരു ബജറ്റ് ഫ്രണ്ട്ലി ബൈക്ക് മേടിക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്, അവർ നല്ലൊരു ബ്രാൻഡിൻ്റെ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ വിലയുള്ള ബൈക്ക് മേടിക്കും. നല്ല ബ്രാൻഡിൻ്റെ ബൈക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫ്രെയിം നല്ലതായിരിക്കും, പക്ഷേ ഗ്രൂപ്പ് സെറ്റ് എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവൽ ഗ്രൂപ്പ് സെറ്റ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നല്ലൊരു ഫ്രെയിം ഉണ്ട്. അപ്പോൾ ഇനി അവർ ഒരു 3 കൊല്ലം കഴിയുമ്പോൾ അവർ ഗ്രൂപ്പ് സെറ്റും മറ്റു കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്യുള്ളൂ. അപ്പോൾ അവരുടെ നല്ല ഫ്രെയിം ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതും ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 3 കൊല്ലം കഴിഞ്ഞ് ഒരു ബൈക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ സൈക്കിൾ മാറുമ്പോഴല്ലേ അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ആ സമയത്ത് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഇനി നമ്മൾ നല്ലൊരു ഗ്രൂപ്പ് സെറ്റ് വെക്കാന്ന് വെച്ചാൽ തന്നെ അത് സ്യൂട്ട് ആവണം, അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാം. പിന്നെ മാത്രമല്ല നമ്മളത് കണക്കൂട്ടി ലാഭം കണക്കൂട്ടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗ്രൂപ്പ് സെറ്റ് വയ്ക്കുമ്പോൾ അതിൻ്റെ ലാഭം കൂടി കണക്ക് കൂട്ടുമ്പോൾ പുതിയൊരു ബൈക്ക് മേടിക്കുന്നതും വലിയ വ്യത്യാസം വന്നില്ലെങ്കിൽ പിന്നെ നമ്മളത് ചെയ്യണതിൽ കാര്യമില്ലല്ലോ. പക്ഷേ ഞാനത് പറയാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ നല്ലൊരു ബ്രാൻഡിൻ്റെ നല്ല ഫ്രെയിമുള്ള സൈക്കിൾ മേടിക്കുന്നതിൽ. ഈ ഫ്രെയിമിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത് എല്ലാ ബ്രാൻഡ്സിൻ്റെ സൈക്കിളും, അതായത് നല്ല ബ്രാൻഡ്സിൻ്റെ സൈക്കിളൊക്കെ മിനിമം 3 ഫ്രെയിം സൈസിലെങ്കിലും വരും. അതായത് സ്മോള്, മീഡിയം, ലാർജ്, അതിലും കൂടുതലും വരും വില കൂടിയ ബൈക്കുകളിലേക്ക് വരും തോറും. അപ്പോൾ ഫ്രെയിം സൈസുള്ള ബൈക്ക് മാത്രം മേടിക്കുക, അല്ലാത്ത ബൈക്കുകൾ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫ്രെയിമിൻ്റെ ക്വാളിറ്റി കൂടുന്തോറും ഫ്രെയിമിൻ്റെ വെയിറ്റ് കുറയും തോറും നമ്മുടെ റൈഡിൻ്റെ ക്വാളിറ്റി അത്രയും കൂടും. രണ്ടാമത്തെ കാര്യമാണ് ഗ്രൂപ്പ് സെറ്റ്. ഗ്രൂപ്പ് സെറ്റ് എന്ന് പറയുന്നത് ഡ്രൈവ് ട്രെയിനും കൂടിയിട്ടുള്ളതാണ്. ഡ്രൈവ് ട്രെയിൻ്റെയും ഗ്രൂപ്പ് സെറ്റിൻ്റെയും വ്യത്യാസം പറഞ്ഞുതരാം. ഡ്രൈവ് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിളിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഡ്രൈവ് ട്രെയിൻ. അതായത് സൈക്കിളിൻ്റെ ക്രാങ്ക്, കസറ്റ്, ഡീറെയിലേഴ്സ്, ഷിഫ്റ്റേഴ്സ്, ചെയിൻ, ഇത്തരം കാര്യങ്ങളൊക്കെ. ഇനി ഗ്രൂപ്പ് സെറ്റ് നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് ബ്രേക്കും കൂടി, അതായത് ഡ്രൈവ് ട്രെയിനിൻ്റെ കൂട്ടത്തിൽ ബ്രേക്കും കൂടി ആഡ് ആയി കഴിയുമ്പോൾ അതിന് ഗ്രൂപ്പ് സെറ്റ് എന്ന് പറയാം. അപ്പോൾ അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 105 ഗ്രൂപ്പ് സെറ്റ്, അതായത് ഷിമാനോ 105 ഗ്രൂപ്പ് സെറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡ്രൈവ് ട്രെയിനും ഷിഫ്റ്റേഴ്സും ബ്രേക്കും എല്ലാം അടങ്ങിയിട്ടുണ്ടാവണം. ഡ്രൈവ് ട്രെയിൻ പ്ലസ് ബ്രേക്ക്, ഇത് ഷിമാനോ 105 സീരീസാണ് എല്ലാന്നുണ്ടെങ്കിൽ അത് 105 ഗ്രൂപ്പ് സെറ്റ് സൈക്കിളാന്ന് പറയാം. ഇനി നമുക്ക് ചില സൈക്കിൾ മേടിക്കും, ബജറ്റ് ഫ്രണ്ട്ലി സൈക്കിൾ മേടിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട സാധനം ചിലപ്പോൾ ഡീറെയിലേഴ്സ് മാത്രം നമുക്ക് 105 കിട്ടും, ബാക്കി ഷിഫ്റ്റേഴ്സ് ഷിമാനോൻ്റെ വേറെ ഏതെങ്കിലും സീരീസ് ആയിരിക്കും, ബ്രേക്ക് വേറെ ഏതെങ്കിലും സീരീസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബജറ്റ് ഫ്രണ്ട്ലി ബൈക്കിൽ എപ്പോഴും എൻട്രി ലെവൽ ഗ്രൂപ്പ് സെറ്റ് ആയിരിക്കും കിട്ടുക. അതായത് ഷിമാനോ ടൂർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് സൈക്കിളിൽ വരുന്നതാണ്. പിന്നെ ക്ലാരിസ്, അതാണ് റോഡ് ബൈക്കിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. പിന്നെ മൈക്രോ ഷിഫ്റ്റിൻ്റെ R8 സീരീസ് ഒക്കെയാണ് നമുക്ക് റോഡ് ബൈക്ക് സൈക്കിളുകൾ കിട്ടുന്ന ഗ്രൂപ്പ് സെറ്റ്. ഇതിനകത്ത് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ. ഇപ്പോൾ ഷിമാനോ സോറോ ആണെങ്കിൽ സോറോൻ്റെ ഡീറെയിലേഴ്സ് ഉണ്ടാവും, ബാക്കി ഷിഫ്റ്റേഴ്സ് ഉണ്ടാവും, ക്രാങ്ക് ഉണ്ടാവും, ചിലപ്പോൾ കസറ്റ് വേറെ ആയിരിക്കും, ചെയിൻ വേറെ ആയിരിക്കും. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഇനി നമ്മൾ ഗ്രൂപ്പ് സെറ്റിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഡ്രൈവ് ട്രെയിനിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മളൊരു റോഡ് ബൈക്ക് മേടിക്കുന്നതിനാണ് നല്ല റെസ്പോൺസിന് വേണ്ടി, അതേപോലെ തന്നെ നല്ല സ്പീഡിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ബൈക്ക് മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് 2x8 സ്പീഡ് അല്ലെങ്കിൽ 2x7 സ്പീഡാണ് സ്റ്റാൻഡേർഡ്. അതായത് ഇത് ക്രാങ്കാണ്, ക്രാങ്കിൻ്റെ ഫ്രണ്ട് ക്രാങ്കുമ്പോൾ നമുക്ക് 2 ചെയിൻ റിങ് വേണം. അതേപോലെ തന്നെ
പുറകിൽ കസറ്റിൽ 7 ചെയിൻ റിങ് വേണം, 7ഓ 8ഓ. ഇപ്പോൾ ഇതിൻ്റെ 8ആണ്, 2x8 കിട്ടുകയാണെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡാണ്, അടിപൊളിയാണെന്ന് പറയാം. അതേപോലെ തന്നെ ഈ ഒരു ക്രാങ്കിൻ്റെ വലിയ ചെയിൻ റിങ്, അതായത് ഈ വലിയ ചെയിൻ റിങ് നമുക്ക് ഏറ്റവും കുറഞ്ഞതൊരു 48എങ്കിലും വേണം, അല്ലെങ്കിൽ 50. ഇതിൻ്റെ 50ആണ്, 52 54 വരുന്നുണ്ട്. 50 ഉണ്ടെങ്കിൽ നമുക്ക് ചവിട്ടുമ്പോൾ അത്രയും റെസ്പോൺസ് ഉണ്ടാവും, സ്പീഡ് കൂടുതലായിരിക്കും. 44ൻ്റെ ഒക്കെ വരുന്നുണ്ട് റോഡ് ബൈക്കിൽ, പക്ഷേ 44 മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും സ്ലോ ആയിരിക്കും. ഇതൊരു അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് 2x7 അല്ലെങ്കിൽ 8, പിന്നെ 8ൻ്റെ മുകളിലേക്ക് പോയാലും കുഴപ്പമില്ല. ഇവിടെ 2, ഇവിടെ 8ഓ 9ഓ 11ഓ 12ഓ എത്രയായാലും കുഴപ്പമില്ല. നമുക്കൊരു 2x8 ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ 2x7 എങ്കിലും വേണം. ഇതാണ് ഗ്രൂപ്പ് സെറ്റിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ. സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ മേടിക്കണതിന് യാതൊരു കുഴപ്പമില്ല. ലൈഫ് ടൈം വാറണ്ടിയുള്ള സൈക്കിള്, നല്ല സൈക്കിൾ കിട്ടുകയാണെങ്കിൽ മേടിക്കാം. അങ്ങനെ നമ്മൾ ബൈക്ക് മേടിക്കുമ്പോൾ നമുക്ക് ലാഭത്തിന് കിട്ടണം. ഒന്ന്, സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ആയതുകൊണ്ട് ഡിപ്രീസിയേഷൻ്റെ ലാഭം കിട്ടണം. പിന്നെ ഒരാൾ ഉപയോഗിച്ച ബൈക്കാണല്ലോ, അപ്പോൾ നമ്മൾ രണ്ടാമതൊരാളിലേക്ക് വരുമ്പോൾ അതിൻ്റെയും കൂടി ഒരു ലാഭം വേണം. ഇനി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഒരുപാട് പഴക്കം ചെന്ന ബൈക്ക്, അതായത് ഒരു 3-4 കൊല്ലം പഴക്കം ചെന്ന ബൈക്കാണെങ്കിൽ അതിൻ്റെ ക്രാങ്കും കസറ്റൊക്കെ മാറാറായിട്ടുണ്ടാവും. അപ്പോൾ അത് മാറുമ്പോൾ ഇപ്പോൾ ഈ ഒരു ബൈക്കാണെങ്കിൽ R8 സീരീസാണ് മൈക്രോ ഷിഫ്റ്റിൻ്റെ. മിനിമം 5000 രൂപ മുതൽ 10000 രൂപയുടെ ഇടയ്ക്കായിരിക്കും വരുന്നത്. മിനിമം 5000 വരും ക്രാങ്കും കസറ്റും മാറാനായിട്ട്. അതിൻ്റെ ടീത്തൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലാഭം കൂടി അതായത് അതിൻ്റെയും കൂടി പൈസ ഒത്തു നോക്കുമ്പോൾ ലാഭമായിട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ബൈക്ക് മേടിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് ഓപ്ഷൻസ് നോക്കാം. 50000 രൂപയ്ക്ക് താഴെയുള്ള ബൈക്കുകൾ, 50000 രൂപയ്ക്കും 1 ലക്ഷം രൂപയ്ക്ക് ഇടയ്ക്കുള്ള ബൈക്കുകൾ. ഈ 50000 രൂപയ്ക്ക് താഴെ എന്ന് പറയുമ്പോൾ 40000 രൂപയ്ക്ക് താഴെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. ബറ്റാലിയൻ ബ്രാൻഡിൻ്റെ ബൈക്കുണ്ട്, ട്രൈബാൻ ബ്രാൻഡുകളുടെ ബൈക്കുണ്ട്, ജാവ ബ്രാൻഡുകളുടെ ബൈക്കുണ്ട്. ഇതിനകത്ത് ജാവയും ബറ്റാലിയനും എൻ്റെ ഒരു അന്വേഷണത്തിന് നല്ല ഫീഡ്ബാക്ക് കിട്ടിയില്ല. പിന്നെ ഒരുപാട് പേര് ഈ ബ്രാൻഡുകളുടെ ബൈക്ക് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടാവും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താണ്. മിക്കവാറും ഈ ബ്രാൻഡുകളൊക്കെ നമ്മൾ ഓൺലൈൻ വഴി മേടിക്കേണ്ടി വരും. വന്ന് കൊണ്ടുവരുമ്പോഴായിരിക്കും ഫിറ്റിങ്സിന് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരിക. സോ ഈ 2 ബ്രാൻഡും ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല. ഇനി ട്രൈബാൻ ബ്രാൻഡാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളത്. ഒന്ന് RC100 എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. ആ ഒരു മോഡൽ നിങ്ങൾ മേടിക്കാതിരിക്കുക. ഫ്ലാറ്റ് ബാറിലും വരുന്നുണ്ട്, ഡ്രോപ്പ് ബാറിലും വരുന്നുണ്ട്. ചെയിൻ റിങ് 1 വരുന്നുള്ളൂ ക്രാങ്കിൽ, അത് 44 ടീത്തുള്ളൂ, റെസ്പോൺസ് കുറവായിരിക്കും. ആ ഒരു ബൈക്ക് ഒഴിവാക്കിയിട്ട് മേടിക്കാൻ പറ്റുന്നൊരു ബൈക്ക് എന്ന് പറയുന്നത് ട്രൈബാൻ RC120. ഈ ഒരു ബൈക്ക് ഇത് ആക്ച്വലി 2019 മോഡൽ ബൈക്കാണ്. ഇതിന് 2x8 സ്പീഡ് വരുന്നുണ്ട്, പിന്നെ ലൈഫ് ടൈം വാറണ്ടി വരുന്നുണ്ട്, കാർബൺ ഫോർക്ക് ഉണ്ട്. സോ ഈ ഒരു ബൈക്ക് നല്ലതാണ്. ഇത് 2019 മോഡലാണ്, ഗ്രേ കളറായിട്ട് നല്ല കാണാനൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. 2025 വരുമ്പോൾ കളറ് മാറി, കളറ് വൈറ്റ് കളറായി. അപ്പോൾ നിങ്ങൾക്ക് കളറ് അത് ഓക്കെ ആണെങ്കിൽ അത് മേടിക്കാം. ഇനി ഷിഫ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഹുഡിൻ്റെ താഴെ അപ്പ് ആൻഡ് ഡൗൺ ഷിഫ്റ്റേഴ്സാണ് ഈ ഒരു ബൈക്കിന് വരുന്നത് 2019 മോഡൽ. അത് ആക്ച്വലി സ്റ്റാൻഡേർഡ് ആണ്. പുതിയ ബൈക്കിന് വരുന്നത് ഹുഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ടാണ് ഷിഫ്റ്റേഴ്സ് വരുന്നത്. അത് എൻട്രി ലെവൽ, അതായത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ എന്നാണ് അവർ പറയണേ. അത് ആക്ച്വലി അത്ര രസകരമായിട്ടുള്ള കാര്യമല്ല. ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഹുഡിൻ്റെ താഴേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കളറും ഈ ഒരു ഷിഫ്റ്ററും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം വാറണ്ടി ഫ്രെയിം, അത്യാവശ്യം നല്ലൊരു സൈക്കിൾ എന്ന് പറയാനായിട്ടുള്ളത് ട്രൈബാൻ RC120 ആണ്. മൈക്രോ ഷിഫ്റ്റിൻ്റെ R8 സീരീസാണ് ഈ ഡ്രൈവ് ട്രെയിൻ വരുന്നത്. സോ ഈ ഒരു ബൈക്കാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് 50000 രൂപ മുകളിലുള്ള ബൈക്കുകൾ നോക്കാം. 50000 രൂപയ്ക്ക് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രൂപ്പ് സെറ്റ് എന്ന് പറയുന്നത് ഷിമാനോ സോറോ ഒരു 60000 രൂപ റേഞ്ചിൽ, പിന്നെ ഒരു 70000 രൂപ മുകളിൽ പോകുകയാണെങ്കിൽ ഷിമാനോ ടിയാഗ്രോ കിട്ടും. 1 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് ഷിമാനോ 105 കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വലിയ ബ്രാൻഡിൻ്റെ ആണെങ്കിൽ ഈ ഒരു 50000 60000 രൂപ റേഞ്ചിൽ, അതായത് ട്രക്കിൻ്റെയൊക്കെ 1 ലക്ഷം രൂപയാണ് വരുന്നത്. ആ ഒരു ബൈക്കുകളുടെയൊക്കെ ഷിമാനോ ക്ലാരിസ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ടിയാഗ്രയ്ക്ക് 2x10ഉം സോറോയ്ക്ക് 2x9 ആണ് വരുന്നത്. ഞാൻ ഉപയോഗിക്കുന്നൊരു റോഡ് ബൈക്കാണ് ട്രൈബാൻ RC500. ഈ ഒരു ബൈക്കിൻ്റെ വിശേഷം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ബൈക്കിൽ നോക്കാം. ഈ ഒരു ബൈക്ക് അലുമിനിയം ഫ്രെയിം പ്ലസ് കാർബൺ ഫോർക്ക് ഷിമാനോ സോറോ വരുന്ന ഒരു എൻഡ്യൂറൻസ് ജിയോമെട്രിയുള്ള ബൈക്കാണ്. ഈ ഒരു ബൈക്കിൻ്റെ കേബിളിങ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹാൻഡിൽ ബാറിൻ്റെ സൈഡ് ചേർന്ന് പോയിട്ട് പിന്നെ താഴെ കൂടെയാണ് പോകുന്നത്. നമുക്ക് 60000 രൂപ റേഞ്ചിൽ പ്രീമിയം ബ്രാൻഡ്സിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഇൻറ്റേർണൽ കേബിളിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ല ഈ ഒരു ബൈക്കിന്. പിന്നെ കളറൊക്കെ നീറ്റാണ്, നല്ലൊരു ബൈക്കാണ്. ഈസി ആക്സസ് ആണല്ലോ ഡെക്കാത്തലോൺ, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം 60000 രൂപയ്ക്ക്. പിന്നെ 50000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് പോളിഗൺ ബ്രാൻഡിൻ്റെ സ്ട്രാറ്റോസ് സീരീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് പോളിഗൺ ഒരു മിഡ് റേഞ്ച് ബ്രാൻഡാണ്, നല്ല ക്വാളിറ്റി ഫ്രെയിമൊക്കെയാണ്. നിങ്ങൾക്ക് ആ ഒരു ബൈക്ക് നോക്കാം.
പിന്നെ സ്കോട്ടും ജെയിൻ്റെ ഒക്കെ പ്രീമിയം ബ്രാൻഡ്സിലേക്ക് പോകും. സ്കോട്ടിൻ്റെ സ്പീഡ്സ്റ്റർ സീരീസ് ഉണ്ട്, ജെയിൻറ്റിൻ്റെ കോണ്ടന്റ് സീരീസ് ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു 70,000 രൂപ റേഞ്ചിലൊക്കെ പോകും, അതുകൊണ്ട് നോക്കുന്നില്ല. പിന്നെ സ്പീഡ്സ്റ്റർ സീരീസ് ആണെങ്കിൽ ഒരു 60,000 രൂപ റേഞ്ചിൽ. ഇത് മിക്കവാറും ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് റേറ്റ് അറിയാൻ പറ്റുള്ളൂ, വെബ്സൈറ്റിൽ കൃത്യമായിട്ട് റേറ്റ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ ബോൺസായി RS18 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. കഴിഞ്ഞ ദിവസം നാസ് ബൈക്ക് സോൺ യൂട്യൂബ് ചാനൽ കണ്ടതാണ്. നാസറേട്ടനെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ കിട്ടും. നാസറേട്ടൻ സൈക്ലിസ്റ്റ് ആണ്. പിന്നെ ഒരുപാട് ബ്രാൻഡിൻ്റെ സൈക്കിൾ ഉണ്ട്, നല്ല സൈക്കിളുകൾ സെയിൽ ചെയ്യുന്ന ഒരു കടയാണ്. നാസ് ബൈക്ക് സോൺ എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും, അതേപോലെ തന്നെ മൊബൈൽ നമ്പർ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ വിളിച്ച് ചോദിക്കാം. യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഐഡിയ കിട്ടും. ഇനി 1 ലക്ഷം രൂപയിലേക്ക് വരാണെങ്കിൽ വാൻ റൈസൽ EDR AF 105 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ഡെക്കാത്ലോണിൻ്റെ ബൈക്കാണ്. ഷിമാനോ 105 ആണ് വരുന്നത്. പിന്നെ അലുമിനിയം ഫ്രെയിമിൽ നല്ല വെയിറ്റ് കുറവുള്ള ഒരു സൈക്കിളാണ്. സോ ആ ഒരു ബൈക്കും നല്ലതാണ് 1 ലക്ഷം രൂപയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ. ഇതൊക്കെയാണ് എൻ്റെ ബൈക്ക് റെക്കമെൻഡേഷൻ. 50,000 രൂപയ്ക്ക് മുകളിൽ ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞില്ല ബൈക്കിൻ്റെ. ഒന്നാമത് അതിൻ്റെ റേറ്റ് വെബ്സൈറ്റിൽ കൃത്യമായിട്ടില്ല. പിന്നെ രണ്ടാമത് നിങ്ങൾ ഷോപ്പിൽ പോയി നോക്കിയാലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടുള്ളൂ. ഇനി നിങ്ങൾ ആരെങ്കിലും നല്ല റോഡ് ബൈക്ക് മോഡൽ, ഈ പറഞ്ഞതല്ലാതെ വേറെ ബ്രാൻഡിൻ്റെ റോഡ് ബൈക്ക് മോഡൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റോഡ് ബൈക്ക് മോഡൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുമ്പോൾ മറ്റുള്ളവർക്കൊരു ഉപകാരവും. നമ്മളൊരു ബജറ്റ് ഫ്രണ്ട്ലി റോഡ് ബൈക്ക് മേടിക്കുമ്പോൾ ഏറ്റവും ഗുണം എന്താ, മഴയത്ത് കൊണ്ടുപോകാം, അതേപോലെ തന്നെ ചെളിയിൽ കൊണ്ടുപോകാം, നമുക്ക് വളരെ റഫായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈസി ആക്സസ് വേണം. സ്പെയർ പാർട്സിനും സർവീസിനൊക്കെ ഈസി ആക്സസ് ഇല്ലെങ്കിൽ ബജറ്റ് ഫ്രണ്ട്ലി റോഡ് ബൈക്ക് മേടിക്കുന്നത് വലിയ മണ്ടത്തരമായിട്ട് മാറും. അതേപോലെ തന്നെ നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലി ബൈക്ക് മേടിച്ചാലും ആക്സസറീസ് മേടിക്കുമ്പോൾ, ഗാഡ്ജറ്റ്സ് മേടിക്കുമ്പോൾ നല്ല വിലയുടെ ഗാഡ്ജറ്റ്സ് മേടിക്കുക. അപ്പോൾ നമുക്ക് നല്ല പബ്ലിക് അപ്പിയറൻസ് ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾ ബൈക്ക് മേടിക്കുമ്പോൾ ഷോപ്പിൽ പോയി പരമാവധി മേടിക്കുക, ഒന്ന് കണ്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് മേടിക്കുക. നാസ് ബൈക്ക് സോൺ, അപ്ഗ്രേഡ് സൈക്കിളറി, പിന്നെ ദ ബൈക്ക് ടൈൽസ്, ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും, എല്ലാ ജില്ലയിലും തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ബൈക്ക് ഷോപ്പിൽ പോയിട്ട് കൃത്യമായിട്ടൊന്ന് നോക്കി മേടിക്കുക. അപ്പോൾ ഈ ഷോപ്പുകാരുടെ നല്ലൊരു വ്യൂവും കിട്ടും. ഇപ്പം നാസറേട്ടനാണെങ്കിൽ സൈക്ലിസ്റ്റാണ്, അപ്പോൾ നമുക്ക് ഒരുപാട് വ്യൂ കിട്ടും, സൈക്ലിങ്ങിൻ്റെ വ്യൂസ്. പിന്നെ ആക്സസറീസ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരുപാട് ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.